നമസ്കാരം. ബിജെപിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ ജനുവരിയോടുകൂടി മാത്രം എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. JP നദ്ദ തന്നെ താൽക്കാലിക അധ്യക്ഷനായി തുടർന്നേക്കും. കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറന്ന സാഹചര്യത്തിൽ നേതൃമാറ്റം ഉണ്ടാകാനിടയില്ല എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അടുത്ത നീക്കം പാർട്ടിയുടെ പുനഃസംഘടന തന്നെയാണ്. പുതിയ അധ്യക്ഷൻ വരുന്നത് വരെ നദ്ദ തന്നെ വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കാനാണ് സാധ്യത. മാത്രമല്ല പാർട്ടി പാർലമെന്ററി ബോർഡ് ചേർന്നാകും ഇത് സംബന്ധിച്ചുള്ള നിർണായകമായ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. G7 ഉച്ചകോടിക്കായി ഇറ്റലിയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി മടങ്ങി എത്തിയ ശേഷം മാത്രമായിരിക്കും ഈ ചർച്ചകൾ ഇനി ആരംഭിക്കുക. അംഗത്വ വർധന ക്യാമ്പയിൻ ഉടൻ തന്നെ തുടങ്ങുകയും ചെയ്യും. ഇത് ജനുവരിയോടുകൂടി പൂർത്തിയാക്കാനാണ് തീരുമാനം. അതിനുശേഷമാകും പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ പോവുക. നേരത്തെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർലാൽ ഖട്ടർ തുടങ്ങിയവരൊക്കെ കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നിലവിൽ മുൻ കേന്ദ്രമന്ത്രിയായ അനുരാഗ് ഠാക്കൂർ, അതിനോടൊപ്പം തന്നെ ദേവേന്ദ്ര ഫട്നാവിസ്, വിനോദ് ധാവ്ഡെ, K. ലക്ഷ്മൺ തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത്. അതേസമയം കേരളത്തിൽ K. സുരേന്ദ്രനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്നുള്ള സൂചനകളായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ BJP സംസ്ഥാനത്ത് അക്കൗണ്ട് തുറന്ന സാഹചര്യത്തിൽ സുരേന്ദ്രൻ മാറേണ്ട സാഹചര്യമില്ല എന്നുള്ള ചില വിലയിരുത്തലുകൾ കൂടിയുണ്ട്. ജോർജ് കുര്യൻ മന്ത്രിയായതോടുകൂടി ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ആൾ വരേണ്ടതുണ്ട്. ശോഭ സുരേന്ദ്രൻ ഈ പദവിക്ക് വേണ്ടി നീക്കം നടത്തുന്നുണ്ട് എങ്കിൽ പോലും സുരേന്ദ്രന്റെ നേതൃത്വത്തിന് ഇതിനോട് വലിയ താല്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മന്ത്രിസ്ഥാനം ഒഴിയുന്ന V. മുരളീധരന്റെ തുടർ ചുമതല എന്താകും എന്ന കാര്യത്തിലും ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.